ഹലോ ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്നെന്താ വെച്ച് കഴിഞ്ഞാൽ ഇന്ന് എന്തെങ്കിലും ഒരു വിഷയം പറയണല്ലോ. അപ്പൊ ഇന്നൊരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചിന്തകളെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയണത്. നമ്മളെ പോസിറ്റീവായുള്ള ചിന്തകൾ അല്ലെങ്കിൽ നെഗറ്റീവായുള്ള ചിന്തകൾ, മോശമായുള്ള ചിന്തകൾ ഉണ്ടാകാം, നല്ല ചിന്തകൾ ഉണ്ടാകാം. എന്താണോ നമ്മൾ ചിന്തിക്കണവും പ്രവർത്തിക്കവും അതിനനുസരിച്ചിട്ടാണ് നമ്മളെ ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഇപ്പൊ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ അത് മുന്നോട്ട് പോകും. പോസിറ്റീവായി ചിലപ്പോൾ അത് നടന്നിരിക്കും, അതിൽ സംശയമല്ല. നമ്മളെ പടച്ചു വിടുന്നതിന്റെ മുന്നേ തന്നെ പടച്ചവൻ നമുക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ ജീവജാലങ്ങളായിക്കോട്ടെ, അല്ല ആവശ്യങ്ങളും അത്യാവശ്യങ്ങളും ഉള്ളതായിക്കോട്ടെ, എന്തായിക്കോട്ടെ പടച്ചു വെച്ചിട്ടാണ് നമ്മൾ ഓരോരുത്തരെയും പടച്ചവൻ ഇങ്ങോട്ട് പടച്ചു വിട്ടുള്ളത്. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വേണ്ട രീതിയിൽ പോസിറ്റീവായിട്ട് നല്ല മനസ്സോടുകൂടി ചോദിച്ചാൽ അത് കിട്ടും, അതിൽ സംശയമല്ല. നെഗറ്റീവ് അടിച്ചുകാണ്ട് അത് കിട്ടൂല, അത് ചെയ്യൂല, അത് കിട്ടൂല, അതങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടൂല, അതിൽ സംശയമല്ല. പോസിറ്റീവായി ചിന്തിച്ച് പ്രവർത്തിച്ചാണെന്നുണ്ടെങ്കിൽ അത് നടന്നിരിക്കും. അതിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്, ഒരുപാട് അനുഭവങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയണത്. ഉദാഹരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സമയമെടുക്കും, ചില കാര്യങ്ങൾക്ക് നമുക്ക് സമയമെടുക്കും. എനിക്ക് നല്ലൊരു ഉദാഹരണം, എനിക്കൊരു അനുഭവമുള്ള കാര്യമാണ്. ഞാനിവിടെ നിലമ്പൂര് നമ്മള് മഹാറാണി ഒരു 4-5 വർഷം ജോലി ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോയി തുടങ്ങുന്ന സമയത്ത് എനിക്ക് വണ്ടിയൊന്നുമില്ല. ഒന്നുകിൽ തുണക്കാരൻ്റെ ഒപ്പം പോവും, അല്ലെങ്കിൽ ഞങ്ങളൊരു മാനേജർ ഉണ്ട് ശ്രീസാറിൻ്റെ ഒപ്പം പോവും, അല്ലെങ്കിൽ ചിലപ്പോൾ ബസ്സിന് പോവും. എങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് അങ്ങനെ പോവും. അതിൽ പോയി ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞ് ഒരു 1.5 കൊല്ലൊക്കെ ആയപ്പോ എനിക്ക് രാവിലെ വിഷയമല്ല, രാവിലെ അതെങ്ങനെയെങ്കിലൊക്കെ ആയിട്ട് നടക്കും. രാത്രി വൈകിട്ടാണ് പോരുക. കട ക്ലോസ് ചെയ്ത് കാണി ചിലപ്പോൾ 10 മണിയാവും, 10:30 ആവും, ചിലപ്പോൾ 11 മണിയാവും. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, പോരാൻ ചിലപ്പോ തുണക്കാരന്മാരും ഉണ്ടാവില്ല, അല്ലെങ്കിൽ കേരളയിലാണ് താമസം. കേരളയ്ക്ക് പോരാൻ ആളുണ്ടാവില്ല, തുണക്കാരുണ്ടാവും, ചിലപ്പോൾ തുണക്കാരന്മാരുണ്ടാവും, അല്ലെങ്കിൽ ഒരു നേരത്തെ പോയിണ്ടാവും. അപ്പൊ ഞാൻ എന്നും ഇങ്ങനെ വിചാരിക്കും, പടച്ചോനെ എനിക്കൊരു വണ്ടി കിട്ടിയിരുന്നെങ്കിൽ 2 വീലർ, എന്നാൽ ഈ കടയിൽ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പണിയെടുത്തുകൊണ്ട് വൈകുന്നേരം ഇവിടെ റൂട്ടിൽ ചടച്ച് നിൽക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ അതൊക്കെ ഏകദേശം 1.5 കൊല്ലത്തോളം ആയിട്ട് ഞാനവിടെ പോയി തുടങ്ങിയത്. പക്ഷെ ലാസ്റ്റ് ഞാൻ പറഞ്ഞില്ലായിരുന്നു, ഫസ്റ്റൊന്നും കുഴപ്പമില്ല. പിന്നെ എനിക്ക് ചടപ്പ് വരാൻ തുടങ്ങി, ഈ പോക്ക് വരെ ബുദ്ധിമുട്ടാലോചിച്ചിട്ട്. അപ്പൊ നോക്കുമ്പോ ഞങ്ങളവിടെ കുറി ഉണ്ടായിരുന്നു. കുറി ഇപ്പോഴത്തെ കാര്യമൊന്നുമല്ല, ഒരു 5-8 കൊല്ലം മുമ്പത്തുള്ള കാര്യമാണ്. ഞങ്ങൾ സ്റ്റാഫുകളൊക്കെ പാടെ കൂടി കണ്ട് ചെറിയ 20,000, 25,000, 30,000 കുറികൾ വെക്കലുണ്ട്. അപ്പൊ എനിക്കൊരു കുറിൻ്റെ അവിടെ കാരണം അതുവരെ വണ്ടി എടുക്കുന്ന കാര്യത്തിനെ കുറിച്ചൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല. കുറി ഉണ്ടായിരുന്നു. അപ്പോ അത് വിചാരിച്ച് കാണും ഭയങ്കരമായിട്ട് മാനസികമായിട്ട് അടങ്ങാറായി നിൽക്കുന്ന സമയത്ത് 1 മാസത്തെ കുറി എനിക്ക് കിട്ടി. 20,000 രൂപ, 25,000 രൂപ, 25,000 രൂപന്റെ കുറി. അതിൽ കുറി കിട്ടി. അപ്പൊ നോക്കുമ്പോ അന്നൊരു ഓണസമയമാണ്, ഓണ സീസൺ, ഓൺ ഓഫറിന്റെ ഒക്കെ സമയമാണ്. അതിന്റെ ഒപ്പം ചേച്ചി എന്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ചേച്ചിന്റെ സെക്ഷനിലോ ഒരുമിച്ച് ഞങ്ങൾ നോക്കാം. എടാ എനിക്ക് ആ പൈസ കൊണ്ട് ഒരു വണ്ടി എടുത്തോ, ഈ വണ്ടി ഇല്ലാതെ ബുദ്ധിമുട്ടല്ലേ, വൈകിട്ട് പോകാനൊക്കെ ഭയങ്കര ചടപ്പല്ല. ഞാൻ അതിനെ കുറിച്ച് അതുവരെ അങ്ങനെ ഇതിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ പെട്ടെന്ന് കുറി കിട്ടിയപ്പോ വണ്ടിനെ കുറിച്ചൊന്നും ചിന്തിച്ചില്ല. അതിൽ ഞാൻ വീട്ടിൽ പോലും പറഞ്ഞില്ല. അതിൽ ഞാനൊരു ദിവസം അതിന്റെ അടിയിൽ അവിടുന്ന് ലീവ് എടുത്ത് അതിന്റെ പിറ്റേന്നായിട്ട് ലീവ് എടുത്ത് കണ്ട് വടപുറം ഹോണ്ടന്റെ ഷോറൂമിൽ പോയി അന്വേഷിച്ചു. അപ്പൊ നോക്കുമ്പോ ഓൺ ഓഫർ ഒരു 9,000 രൂപ കൊടുത്താൽ മതി, ഡൗൺ പേയ്മെന്റ് 9,000 രൂപ, വണ്ടി നമുക്ക് റെഡി തരും, ബാക്കി അടവാണ്. അന്ന് ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് 62,000 റുപ്യന്റെ വിലയുള്ളൂ വണ്ടിക്ക്. ഇന്നിപ്പോ 1,1,4 റുപ്യ വരും. ഡൗൺ പേയ്മെന്റ് 9,000 രൂപ കൊടുത്താൽ മതി. അതിൽ നമ്മളെ ടാക്സും പേപ്പർ വർക്കുകളും എല്ലാം അതിൽ കഴിയുന്നതാണ്. ടാക്സ് 15 കൊല്ലത്തിനല്ലേ വരിക, ടാക്സും എല്ലാം അതിൽ തന്നെ വരുന്നതാണ്. ഒരു വർഷത്തെ ഇൻഷൂറും
അതിലൊന്നും നോക്കിയില്ല, വേഗം 9,000 റുപ്യ അടിച്ചു. വീട്ടിൽ കുട്ടികളോടും കൂടി പറഞ്ഞില്ല, പെരയിൽ ജസീലാനോടൊന്നും പറഞ്ഞില്ല. അതിൽ ഞാൻ ചെന്ന് അന്വേഷിച്ചില്ലാണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കാം, മഹാറാണിക്ക് വിളിക്കാം, ഞങ്ങൾ വന്ന് വണ്ടി കൊണ്ടേക്ക് വിളിയാണ്. വണ്ടിയൊക്കെ സെലക്ട് ചെയ്ത് വണ്ടിയുടെ കളറൊക്കെ പറഞ്ഞു കൊടുത്ത് ഓക്കെ ആക്കി ക്ലിയർ ചെയ്ത് പേപ്പർ വർക്കുകളൊക്കെ ക്ലിയർ ആക്കി സൈൻ ചെയ്യാൻ അന്ന് വണ്ടി ഉണ്ടാവാൻ വരുമ്പോൾ സൈൻ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞ് ഒക്കെ ക്ലിയറായി. 3-ാമത്തെ 4-ാമത്തെ ദിവസം വണ്ടി കിട്ടി. വണ്ടി എടുക്കണമെന്ന് ഞാൻ കടയിൽ ലീവാക്കി പോയി. അപ്പം ഞാൻ ലീവാക്കി നേരെ വടവർത്ത് പോയി, ഷോറൂമിൽ പോയി വണ്ടി റെഡി. വീട്ടിൽ പെരയിൽ വന്ന് കുട്ടികളേക്ക് വണ്ടിയും കൊണ്ട് വന്നപ്പോഴാണ് കുട്ടികൾ കാണുന്നത് വണ്ടി എടുത്തത്. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ അപ്പം നമ്മളത് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ചു, ആത്മാർത്ഥമായിട്ട് ചിന്തിച്ചു. അതുകൊണ്ടാണ് നമുക്കത് കിട്ടിയത്. നേരെ മറിച്ച് ഞാനതിനെ കുറിച്ച് ചിന്തിക്കാനും ഞാനതിനെ ഇതാക്കാനും ഉണ്ടെങ്കിൽ ആ പൈസ വേറെ വഴിക്ക് പോവും. അപ്പോൾ ഈ വണ്ടിയും കാര്യങ്ങളൊന്നും ആവില്ല. അതേപോലെ തന്നെ നമ്മൾ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതും നമ്മൾ പ്രവർത്തിക്കുന്നതും എന്താണോ അതാണ് നമുക്ക് തിരിച്ച് കിട്ടിക്കൊണ്ടിരിക്കുക. അത് നല്ല ചിന്തകളായിരിക്കണം. നല്ല ചിന്തകളാണെങ്കിലാണ് ദൈവാനുഗ്രഹം കൂടി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ചില പല കോലത്തിലും മാറും. നെഗറ്റീവ് ചിന്തകളാണെന്നുണ്ടെങ്കിൽ ആകെ ട്രാജഡി മാറും. പോസിറ്റീവ് ചിന്തകളും നല്ല രീതിയിൽ നല്ല വിശ്വാസത്തോടുള്ള ചിന്തയും പ്രവൃത്തിയാണെന്നുണ്ടെങ്കിൽ നടന്നിരിക്കും, വലിയ സംശയമില്ല. പ്രകൃതി നിയമമാണത്. ഇനിയിപ്പോൾ അടുത്ത നമ്മളെ ആഗ്രഹം ഒരു വീട് വേണം സ്വന്തമായിട്ട്. നടക്കും, നടന്നിരിക്കും, നടക്കാതെ എവിടെ പോകാനാ. അപ്പം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ചുറ്റുപാട് കുറേ ആൾക്കാരുണ്ടാവും നമ്മളെ ചടപ്പിക്കാനും നമ്മളെ വെറുപ്പിക്കാനും. നമുക്ക് പോസിറ്റീവായിട്ട് നെഗറ്റീവായി കാര്യങ്ങൾ പറയാനും. അതൊന്നും നമ്മൾ മൈൻഡ് ചെയ്യണ്ട. അല്ലെങ്കിൽ നമ്മൾ ചില സമയത്ത് വിചാരിക്കും ഓലെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ ഓലെന്ത് പറയും. ഈ ഓലെന്ത് വിചാരിച്ചാലും നമുക്കെന്താ, എല്ലാവരും ധാരണയാണത് മറ്റുള്ളവരെന്ത് വിചാരിക്കും. ഈ മറ്റുള്ളവർ ഔദാര്യത്തിലൊന്നുമല്ലല്ലോ നമ്മളാരും കഴിഞ്ഞു പോണത്, ആണോ? നമ്മൾ ഈ ചിന്തിക്കും അല്ലെങ്കിൽ ഓലെന്ത് വിചാരിക്കും നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരെ ഒരു ഔദാര്യത്തിലും അല്ല നമ്മൾ ജീവിച്ചു പോണത്. നമ്മളെ പ്രയത്നം കൊണ്ടാണ് ജീവിച്ചു പോണത്. അപ്പം മറ്റുള്ളവർ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ശരി തോന്നുന്ന കാര്യങ്ങൾ, ന്യായമായ രീതിയിൽ ന്യായമായ കാര്യങ്ങൾ ചെയ്ത് കണ്ട് മുന്നോട്ട് പോവുക. അപ്പോൾ അതാ പറഞ്ഞത്, പോസിറ്റീവായിട്ട് ചിന്തിക്കുക, പോസിറ്റീവായിട്ട് പ്രവർത്തിക്കുക. അപ്പം താനെ നമുക്കെല്ലാതും വന്നോളൂ. നല്ല രീതിയിൽ പോസിറ്റീവായി ചിന്തിക്കുക, നല്ല രീതിയിൽ ജീവിക്കും, നല്ല രീതിയിൽ നല്ല സ്വഭാവവും കാര്യങ്ങളൊക്കെ ഉള്ള മനുഷ്യന്മാരായിട്ട് നമ്മൾ ഇടപഴകുക, അവരായിട്ടുള്ള സമ്പർക്കം കൂട്ടുക. അപ്പം നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളും ഇപ്പം ലേശം ബാക്കിക്കാണെങ്കിൽ പോലും നമ്മളെ കാര്യങ്ങളും അതേ രീതിയിൽ നമ്മൾ ചിന്തിച്ച് പ്രവർത്തിച്ചു തുടങ്ങും. നല്ല കാര്യങ്ങൾ ചിന്തിച്ച് നല്ല കാര്യങ്ങൾ പ്രവർത്തിച്ച് നല്ല കാര്യങ്ങൾ ജീവിതം മുന്നോട്ട് പോകുമ്പോഴാണ് ജീവിതം പല കാര്യങ്ങളിലാണെങ്കിലും വിജയകരമാകാം. സാമ്പത്തികമായിട്ടും ശാരീരികമായിട്ടും മാനസികമായിട്ടാണെങ്കിലും വിജയകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ലാത്ത വർഷം പല രീതിയിലും പല ദുരിതങ്ങളും ദുരന്തങ്ങളും ഉണ്ടാകാനും അത് മതി. അപ്പോഴും നമ്മളെ ചിന്തയാണ് പ്രശ്നം. നമ്മളെ ചിന്ത കൊണ്ട് വരുന്നത് തന്നെയാണത്. അപ്പം എല്ലാവരും നമ്മളെ വീഡിയോ കാണുക. നമ്മൾ ചെറിയ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബെൽബൈക്കണൊക്കെ പാടെ അടിച്ചമർത്തി ഇതാക്കി പോവുക. ഒരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു.